പുതിയൊരു വീഡിയോ എല്ലാം സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പറയുന്നത് വെച്ചാൽ ഒരു സ്വിഫ്റ്റ് കാർ ഇടാം. നമ്മളെ പോസ്റ്റിലും കാര്യങ്ങളൊക്കെ വന്ന് ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വിഫ്റ്റ് കാറിന് തന്നെ പുതിയ സ്വിഫ്റ്റ് തന്നെ അതിപ്പം അതിൻ്റെ മുൻഭാഗത്തേക്ക് നല്ലോണം ചളുങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും രാവിലെ ഒന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ വെച്ചിട്ടുണ്ട്. നമ്മളെ പോസ്റ്റ് പുതിയത് മാറ്റി സ്ഥാപിക്കാനുള്ള കുയ്യെടുക്കുവാൻ ഇപ്പോൾ നമ്മളെ KCB ഏട്ടന്മാർ KCB രാത്രി എല്ലാം മന്തി കുറച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇവിടെ കുറേ ആളിങ്ങനെ നോക്കിയിട്ടുണ്ട് പോസ്റ്റ് കുയ്യാക്കുന്നതിലും. അപ്പോൾ ഇതാണ് നമ്മളെ പോസ്റ്റ്. അപ്പോൾ ഈ ഇന്ത്യയിലായാൽ തന്നെ നമ്മൾ ഈ ആക്സിഡൻറ്റ് നടന്നാൽ നമ്മളെ KCB വിളിച്ചിരുന്നു. അപ്പോൾ അവരെത്തിയിട്ട് നമ്മളെ വേഗം തന്നെ അവർ സംഭവ സ്ഥലത്തെത്തിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നു. അപ്പോൾ അവരെ പണിയെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പാടാണ്. നമ്മൾ വിചാരിക്കും എളുപ്പം പണിയില്ലാന്ന്. അപ്പോൾ ഈ രാത്രിയിൽ കറണ്ട് പോയാലും വരണം അങ്ങനെയൊക്കെ ഇങ്ങനെ നമുക്ക് KCB നല്ല പണിയുണ്ട്. നമ്മൾ നിസ്സാര പണിയാണെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇപ്പം നമ്മളെ പ്രോത്സാഹനത്തിന് ഇതിനൊരു വലിയൊരു കല്ലങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കുഴിക്കാൻ കുറച്ച് പണിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ റോഡിന് ഇങ്ങനെ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ചെറുങ്ങനെ കുറച്ച് അടിയിലോട്ട് കരിങ്കല്ലുണ്ട്. അപ്പോൾ ഈ കുഴിക്കാൻ ഭയങ്കരമാണ്. കരിങ്കല്ല് പിന്നെ പറയണ്ടല്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കുറച്ച് കുഴിക്കാൻ പണിയുണ്ട്. ഇപ്പം അതിനുള്ളിൽ നിന്ന് വെള്ളമെല്ലാം വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, മഴക്കാലമാണായിരിക്കും. അപ്പോൾ നമ്മളിപ്പം ആരോട്ടനാണ് തന്നെ ഒരു കപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കാറിൻ്റെ വാക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വാഴയെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവമുണ്ട്. അതായത് റോഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് ഇതാണ് നല്ല 4 കല്ലെല്ലാം വെച്ച് ഇങ്ങനെ വാഴയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സംഭവ സ്ഥലം എന്ന് പറയുന്നത്. നമുക്ക് പോസ്റ്റിൻ്റെ മുകളിലോട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പോസ്റ്റ് പറയുന്നത്. പോസ്റ്റ് ഒന്നും അധികമായിട്ടില്ല. അടിയിൽ കുറച്ച് ചെരിഞ്ഞിരുന്നു. അപ്പം അത് നമ്മൾ വിചാരിക്കും ഇതെല്ലാം എളുപ്പപ്പണിയാണ്. നമുക്ക് ഈ പണി കണ്ടവരാണ് മനസ്സിലായത് ഇത് അത്ര എളുപ്പപ്പണിയല്ല അത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പണി കാണുമ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ല പണിയാണ്. അപ്പം ഇവർക്ക് ഈ പ്രത്യേകിച്ച് നമ്മളെ മഴക്കാലം പറയണ്ടല്ല. അപ്പോൾ ഈ മഴക്കാലമായിട്ട് ഇങ്ങനെ വെള്ളലും വന്ന് കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ ചൊറയാണ്. അപ്പോൾ ഇനിയും നമുക്ക് അടിയിലോട്ട് പോയിക്കാണ്ട് പോസ്റ്റ് ഇത്ര മാത്രം കുഴിച്ചാൽ മതി. ഇത്ര മാത്രം കുഴിച്ചാൽ നമ്മൾക്ക് ചാരിക്കൊന്നും തന്നെ പൊട്ടയിൽ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടം കുറേ ആഴത്തിൽ നമുക്ക് കുഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അവരെങ്ങനെയാകുമ്പോൾ ആക്കും എനിക്ക് തന്നെ തലവെറ്റുന്നത് കേട്ട് നല്ലോണം കുഴിക്കണം. വേറെ സംവിധാനമൊന്നുമില്ല, യന്ത്രമൊന്നുമില്ല. ഇപ്പോൾ ഇവർ കൈ കൊണ്ട് തന്നെയാണ് കുഴിക്കേണ്ടത്. അപ്പം ഏട്ടൻ കുറേ നേരമായി നമ്മളെ കപ്പുകൊണ്ടെല്ലാം ഇതാക്കുന്നത്. അപ്പം ഇപ്പം മണ്ണെല്ലാം പുറത്തിടുന്നുണ്ട്. നല്ലോണം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കരിങ്കല്ലിൻ്റെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ആടുണ്ട്. അപ്പോൾ നമ്മളെ ട്രെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പറിക്ക പറയുക അതാണ് ഇതിന് വണ്ടിയുടെ പറയുന്നത്. നമ്മളെ കുറേ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കാറ് കയറ്റി വയ്ക്കാം. ഇപ്പോൾ കാറ് കയറ്റിൽ നമുക്ക് കാണാനായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മളെ വണ്ടിയിൽ വേട്ടോട് കാറെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിച്ചു വരാനായിരിക്കും. അപ്പോൾ ഇത് നമ്മളെ കാറിനോട് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാറിനും കാര്യങ്ങളൊക്കെ നമ്മൾ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുന്നോട്ട് എടുക്കണം നമ്മളെ ടിപ്പർ. നേരം കാറ് വേക്കട്ടെ. അപ്പോൾ ഇവിടെ തന്നെ അവർ പണി നിർത്തിയിട്ടുണ്ട്. അല്ല ഈ കാറ് ബാക്കോട്ട് എടുത്തിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ വേറെ പണിയെന്ന് വെച്ചാൽ നമ്മളുടെ കാരോട് ഇങ്ങനെ കുത്തിക്കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കാറ് അധികം വേഗതയിലായിരിക്കും വേണം പറഞ്ഞിരിക്കുന്നത്. അത്രയും പെട്ടെന്ന് വന്നേരം ഈ പോസ്റ്റിനുള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോസ്റ്റ് നടുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനൊക്കെ തന്നെ വലിക്കുന്നുണ്ട്. കാർ ചെറുങ്ങനെ നനഞ്ഞിട്ടുണ്ട്. ഇപ്പം ചെറുങ്ങനെ ടയറിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പം നല്ല നമ്മളെ അപകടത്തിൻ്റെ അവസ്ഥ മനസ്സിലാവും. അത്രയ്ക്കും ചളിയിട്ടുണ്ട് നമ്മുടെ കാറ്. പ്രത്യേകിച്ചുള്ള പാടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോയിട്ടുണ്ട്. എല്ലാവരും ഞാൻ രണ്ടോട്ടന്മാരെ മാത്രം ഇടക്ക് മഴ വന്നാൽ ഭയങ്കര പണിയായിപ്പോയി. നമ്മളെ കാറുണ്ട്, നമ്മളെ ട്രെയിനുകാരുണ്ട്. ഇപ്പം മഴയായി. അപ്പം ഇപ്പം കാണാൻ തന്നെ വരുന്നു മഴ കൊള്ളാത്ത സ്ഥലത്തൊക്കെ തന്നെ കഴിക്കുന്നത്. കുറച്ച് വെയിലുണ്ട്, മഴയുണ്ട്. എന്നാലും വെയിലില്ല, അതേ മഴയുണ്ട്. അതേപോലെയാണ് ഇതുണ്ട്. മഴയൊക്കെ ചെറുങ്ങനെ മാറിയിട്ടുണ്ട്. ചെറുങ്ങനെ മാറിയിട്ടുണ്ട് വെച്ചാൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒരാട്ടിനോടെ കടയിലും വെച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഒരു വീലൊക്കെ കൊണ്ടിട്ട് ആടുന്നുണ്ടോ ചെയ്യുന്നുണ്ട്. എന്തോ ചോദിക്കുന്നുണ്ട് ആരോടല്ലോ. ഇപ്പോൾ കുറേ ആൾ വന്നിട്ടുണ്ട്. ഇപ്പം കാരണം നമ്മളെ മഴ പോയി. ഇപ്പം കാറിനെ തുറന്നിട്ട് അതിന് എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നു. നമുക്കതാണ് മനസ്സിലായില്ല. ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് കാർ അതിലേക്കൂടെ പോയി. അതേ ഒരു ചുവപ്പ് കളറ് ചെറിയ വ്യത്യാസം. അപ്പോൾ ഗൈസ് അവരവിടെ എന്തോ കാരണം ഗൈസ്. അപ്പോൾ അവരവിടെ ട്രെയിനിൽ കയറ്റയിലെ പരിപാടിയാണ് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളെ കാറടി ഉണ്ട്. എന്നാലും കുറച്ച് ഇങ്ങോട്ടൊന്ന് നോക്കാം. ട്രെയിനിൽ ഇപ്പോൾ നമ്മൾ റോപ്പ് എടുത്ത് കാറ് ചെറുങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് അത്ര ഇതില്ല, കുറച്ച് വല്യാണ് വരുന്നത്. വണ്ടി ഇങ്ങനെ മെല്ലെ വരുന്നുണ്ട്. നല്ല നേരത്തെ അത്രയ്ക്കും മെല്ലെ തീർക്കുന്ന അങ്ങനെ വണ്ടിയൊന്നും ഇല്ല. എൻ്റെ സൈഡാക്കി പോകുന്നുണ്ട്. മെല്ലെ പോകുന്നുണ്ട്. ഈ ഒരു 3 പല്ലുവൊക്കെ കാര്യമില്ല. ഈ നമ്മളെ കാറിൻ്റെ ഫ്രണ്ട് ടയറുകൾ കൊണ്ടുപോകും. എന്നിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ വരത്തിട്ട് വേറെ നമ്മളിപ്പം വണ്ടികളിൽ ചില ആൾ കണ്ടിട്ടുണ്ടാകുന്ന ശരി. പിന്നെ ആൾ കണ്ടിട്ട് ഇങ്ങനെ
എന്നിട്ട് അത് പൊന്തിക്ക് വേണ്ടിയിട്ട് ബാക്കത്തെ 2 ടയർ മാത്രമേ വരുള്ളൂ. അങ്ങനെ ഞാനിത് കൊണ്ടിട്ട് അപ്പോൾ നമ്മളെ പുതിയ പോസ്റ്റ് നമ്മൾ ഗ്യാസുകാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കുഴി നമുക്ക് അവിടെ കരിങ്കല്ലിൽ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരം നമുക്ക് പൂർത്തിയാക്കാനായില്ല. ഈ പഴയ പൊട്ടിയ പോസ്റ്റിൻ്റെ കുഴിയിൽ നിന്ന് താഴോട്ട് അതിൻ്റെ ആവശ്യമെല്ലാം കളഞ്ഞിട്ട് നമ്മൾ പുതിയല്ല ആൾ തന്നെ ഒരു കുയ്യാക്കിയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മളിപ്പോൾ ആക്കാൻ പോകുന്നത്. നമ്മളെ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, എടുക്കുന്ന അറിയില്ല. അപ്പോൾ അവരാണ് തന്നെ പോസ്റ്റൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മെയിൻ ലൈൻ്റെയാണ് നമ്മളെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ പോയത്. അപ്പോൾ കുറച്ച് നീളവും വലിപ്പമില്ല, വലിപ്പം തന്നെ ആ ഒരു കുറച്ച് നീളമില്ല പോസ്റ്റാണ്. അപ്പം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് എന്ന് കണ്ടാൽ തന്നെ ഇരിക്കും. അവരെല്ലാവരും കൂടി പരിശ്രമിച്ചിട്ടാണ് എടുക്കുന്നത്. അതായാലും കിട്ടിയിട്ടുണ്ട് ഇവളെ പോസ്റ്റ് അതിലൊക്കെ എടുക്കുന്ന ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ അവരെ കുയിലൊക്കെ നമ്മളെ പോസ്റ്റിൻ്റെ തല ഇടുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അവർ പൊന്നിച്ച് ആ കുയിലേക്ക് ഇപ്പിടും. ഒരു ചെറിയൊരറ്റത്തുണ്ട്, അപ്പുറത്തിനൊരാട്ടിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇടുന്നുണ്ട്. ഇട്ട് നമ്മൾ കുയിലൊക്കെ തിരി ആടുന്ന് കൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു. തീർന്ന് ചെയ്യുവാന്നറിയില്ല, നമുക്ക് എന്തായാലും കാത്തിരുന്ന് നോക്കാം. അപ്പം നമ്മളെ പോസ്റ്റ് ഇതാക്കാൻ ഒരാണ്ടും കൂടി സഹായത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പത്തെ നോക്കാം. ഇപ്പം ആ പോസ്റ്റ് നേരെ കഴിഞ്ഞ പരിപാടിയാണ്. ഞാൻ നേരത്തെ പറയാൻ ആടുന്ന് ഇങ്ങനെ കൊണ്ടിരിക്കും, അത് കയറിട്ടിട്ടാണ് ആക്കുന്നത്, അല്ലാതെ എന്തായാലും ആവില്ല, അത്രയ്ക്ക് തെളിയിലാവുന്നില്ല. ഇതാ നമ്മളെ പോസ്റ്റ് നേരെ കഴിഞ്ഞ പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ നമ്മൾ കുറേ നേരം കടന്നു പോകാം, കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ചാർജിലും കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.